ചില ടിസ്റ്റിനെ പറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷത്തിൽ യേശു നമുക്ക് ഒരു പിടി നിർദ്ദേശങ്ങൾ നൽകുകയാണ്. ഈ സുവിശേഷ ഭാഗം ആരംഭിക്കുന്നത് തന്നെ ഇങ്ങനെയാണ്: എന്റെ വാക്കുകൾ കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കണം, ഒരു ചെടുത്തടിക്കുന്നവനും മറുകരണം കൂടി കാണിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈശോ തുടങ്ങി വെക്കുന്നത്, ഈ വചനങ്ങൾ തുടങ്ങി വെക്കുന്നത്. എന്റെ വാക്ക് ശ്രവിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു. അതായത് ദൈവവചനം ശ്രവിക്കുന്ന, ദൈവവചനത്തെ സ്നേഹിക്കുന്ന, ദൈവവചനത്തോട് ആഭിമുഖ്യം പുലർത്തുന്ന എല്ലാവരും ചെയ്തിരിക്കേണ്ട ചില നിർദ്ദേശങ്ങൾ. ഇപ്പൊ നമ്മളൊരു ടീമിൽ കളിക്കാനായിട്ട് പോയാൽ ഞാൻ ആ ടീമിന്റെ ഭാഗമായിരിക്കുന്നിടത്തോളം അതിന്റെ കോച്ച് പറയുന്ന കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കണം, ആ കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുന്നത് പോലെ ഞാനൊരു സംഘടനയിലെ അംഗമായാൽ ആ സംഘടനയിലെ ചില നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് ഞാൻ മുന്നോട്ട് പോകണം എന്ന് പറയുന്നത് പോലെ ഈശോ പറയുകയാണ്, വചനം ശ്രവിക്കുന്ന, ദൈവവചനം ശ്രവിക്കുന്ന നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇന്ന് നമ്മളെല്ലാവരും ഈ വചനം ശ്രവിക്കാനായിട്ട് നമ്മൾ ഇവിടെ വരുമ്പോൾ ഈ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന നമുക്കും ഈ കാര്യങ്ങൾ ബാധകമാണ് എന്നുള്ളതാണ്. ദൈവവചനം കേൾക്കുന്ന നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് ദൈവം ഈ വചനം നമുക്ക് നൽകുന്നത്. സ്നേഹമുള്ളവരെ, ഈ നിർദ്ദേശങ്ങളുടെ ഈ കൂട്ടത്തില് ബൈബിളിലെ തന്നെ സുവർണ നിയമം എന്നറിയപ്പെടുന്ന ഒരു നിയമമുണ്ട്. അതെന്താണ്? മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ നിങ്ങൾ മറ്റുള്ളവരോടും പെരുമാറണം. സ്നേഹമുള്ളവർ, ഇന്നത്തെ സുവിശേഷഭാഗം വായിച്ചു കഴിയുമ്പോൾ ഈ നിർദ്ദേശങ്ങള്, ഈ വചനങ്ങള് നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടു നടക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമ്മെ കൊണ്ടാകുന്ന രീതിയിൽ ഈ വചനങ്ങള് പ്രാവർത്തികമാക്കിക്കൊണ്ട് ദൈവത്തിന് ഇഷ്ടമുള്ളവരായിട്ട് ജീവിക്കാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.